Hi everyone, welcome to Avenor English Hub. If you are interested in learning English, you are in the right place. This channel brings you lessons on English grammar, English literature, vocabulary, communication skill, translation, books, and much more. Whether you are a student or a competitive exam aspirant or simply someone who wants to improve their English, this channel is here to support your learning journey. So, today we are starting our English grammar series. In this series, we will learn grammar step by step, beginning with the basics and gradually moving to advanced topic. So, without any delay, let's begin our journey of learning English together. Once again, welcome to Avenor English Hub. ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ബേസിക്സ് മുതൽ അതിനൊരു അഡ്വാൻസ്ഡ് ലെവൽ വരെ മനസ്സിലാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതിലേക്ക് നമ്മൾ ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കുറച്ച് ടൈം കൊണ്ട് തന്നെ നമുക്ക് ഗ്രാമറും അതിൻ്റെ പ്രോസസ്സിങ്ങും സ്റ്റെപ്പുകളും അതിൻ്റെ ആ ഒരു റൂൾസൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് ഗ്രാമർ നമുക്കറിയാം അല്ലേ, നമ്മൾ പല കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും അതേപോലെ തന്നെ 10th +2 ലെവൽ എക്സാമുകൾക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുന്നത്. എന്നാലും പലരും അതെന്ത് ചെയ്യുന്നില്ല, മനസ്സിലാക്കിയെടുക്കാനോ പഠിച്ചെടുക്കാനോ ഉള്ള ഒരു ശ്രമം നടത്തുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഗ്രാമർ എന്ന് പറയുമ്പോൾ കുറേ ആളുകൾക്ക് അതൊരു ടഫ് സബ്ജക്റ്റ് ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ സീരീസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഗ്രാമറിൻ്റെ ബേസിക് ലെവൽ മുതൽ അഡ്വാൻസ്ഡ് ലെവൽ വരെയുള്ള കാര്യങ്ങൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്ത് ചെയ്യാണ്, പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഒരു വീഡിയോ സീരീസിൻ്റെ ജേർണി നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ സീരീസ് ഓഫ് ലേണിങ്ങിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെ ഏരിയാസ് ആണ് നമ്മളുടെ പ്രയോറിറ്റിയിലുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പോവാണ്. ലേൺ പാർട്സ് ഓഫ് സ്പീച്ച്. ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഒരു അടിത്തറ എന്ന് പറഞ്ഞാൽ നിർത്തുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാദ്യം എന്താണെന്ന് മനസ്സിലാക്കണം. നൗണ്, പ്രൊനൗണ്, വേർബ്, അഡ്ജക്റ്റീവ്, അഡ്വേർബ്, പ്രിപ്പോഷൻ, കൺജങ്ഷൻ, ഇന്റർജങ്ഷൻ. പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി വരുന്ന കമ്മിങ് വീഡിയോസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെ ഏരിയാസ് ആണ് നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പെരിഫറൽ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഇപ്പോൾ തരാൻ പോകുന്നത്. ആൻഡ് ഇതിൻ്റെ അടുത്തൊരു സ്റ്റെപ്പായിട്ട് നമ്മൾ സെൻറ്റൻസ് സ്ട്രക്ചർ, സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്, ഒബ്ജക്റ്റ് തുടങ്ങിയുള്ള സെൻറ്റൻസ് സ്ട്രക്ചറുകൾ നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അടുത്തൊരു ഏരിയ വരുന്നത് ടെൻസ് ആണ്. ഓൾ 12 ടെൻസ് ഡീറ്റെയിൽ ആയിട്ട്, അത് വളരെ സിമ്പിളായിട്ട്, കുറേ ആളുകൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു ഏരിയ ആണത്. അപ്പോൾ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സിമ്പിളാക്കി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസും പാസ്റ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അനലൈസ് ചെയ്യാൻ പോവാണ്. ആൻഡ് അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് ആണ്. സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് എവിടെയായിരിക്കണം, വേർബ് സബ്ജക്റ്റ് സിംഗുലർ ആവുമ്പോൾ വേർബ് സിംഗുലർ ആണ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് ഉണ്ട്. അത് ഇതിൻ്റെ റൂളിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ ആർട്ടിക്കിൾസ് എ ആൻഡ് ദ, അത് നമ്മൾ പഠിക്കും. വോയിസ്, ആക്റ്റീവ് പാസീവ് വോയിസ്, ആക്റ്റീവ് നിന്ന് പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. അതേപോലെ തന്നെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, അതിൻ്റെ ഒരു കൺവേർഷൻ. മോഡൽസ് ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഷുഡ് എന്നൊക്കെ പറയുന്ന മോഡൽസിനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പിന്നെ ക്ലോസുകൾ, നൗൺ ക്ലോസ്, അഡ്ജക്റ്റീവ് ക്ലോസ്, അഡ്വേർബ് ക്ലോസ്. ഹയർ സെക്കൻഡറിയിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈഫ് ക്ലോസുകളൊക്കെ നമുക്ക് പരിചയം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ തന്നെയാണ്, വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയാസ് അല്ല. പിന്നെ 10th സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്രേസസ് ആണ്. നൗൺ ഫ്രേസ്, അഡ്ജക്റ്റീവ് ഫ്രേസ്, അഡ്വേർബിയൽ ഫ്രേസ്, പ്രിപ്പോഷണൽ ഫ്രേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രേസുകളുടെ ഡിഫറെൻറ്റ് ടൈപ്സ് നമ്മൾ പഠിക്കും. പിന്നെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെൻറ്റൻസ് ആണ്. അസേർട്ടീവ്, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് തിരിച്ചങ്ങോട്ടും അങ്ങോട്ടും ആക്കുന്നത്, ആക്റ്റീവ് പാസീവ്. അതേപോലെ തന്നെ സിമ്പിൾ, കോംപ്ലക്സ്, കോമ്പൗണ്ട് ആൻഡ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ. ഇതൊക്കെയാണ് ഗ്രാമറിൻ്റെ മെയിൻ ആയിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത്, നമുക്ക് മനസ്സിലാക്കേണ്ട ഏരിയാസ്. ഇപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമിനും അതേപോലെ തന്നെ സ്കൂൾ ലെവൽ എക്സാമുകൾക്കൊക്കെ മനസ്സിലാക്കേണ്ട ചെറിയതായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് നോക്കാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഗ്രാമർ ആണ് അല്ലേ. വാട്ട് ഈസ് ഗ്രാമർ, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഗ്രാമർ, എന്തിനാണ് നമ്മൾ ഗ്രാമർ പഠിക്കുന്നത്, എന്താണ് ഗ്രാമറിൽ മെയിൻ ആയിട്ടുള്ളത്, ഇതെവിടെ യൂസ് ചെയ്യുക. ഗ്രാമർ ഈസ് എ സെറ്റ് ഓഫ് റൂൾസ്
that govern how words are used and arranged in a language to form meaningful sentence. Simple ആയിട്ട് ഗ്രാമർ പറഞ്ഞാൽ എന്താണ്? ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ്. എന്തുപോലെ? Just as a traffic rules help vehicles move smoothly on road. ഒരു ട്രാഫിക് റൂൾ എന്തിനാണ്? വാഹനങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവർക്ക് അവരുടെ പാർട്ട് ക്ലിയർ ആക്കിയിട്ട് റോഡിലൂടെ പോവാനാണ് നമുക്ക് എന്ത് ചെയ്യുക? ട്രാഫിക് റൂൾസ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഗ്രാമർ ഹെൽപ്സ് us communicate our ideas clearly and effectively. നമുക്ക് നമ്മളുടെ ഒരു ഐഡിയ വേറൊരാളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ വേറൊരാളുടെ ഐഡിയ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും വേണ്ടിയിട്ട് ഉള്ള ചെറുതായിട്ട് യൂസ് ചെയ്യുന്ന സിമ്പിൾ ടിപ്സുകൾക്കാണ് ആ റൂൾസിനെയാണ് നമ്മൾ ഗ്രാമർ എന്ന് പറയുക. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഗ്രാമർ ഈസ് ദ സെറ്റ് ഓഫ് റൂൾസ് ദാറ്റ് ഗവേൺസ് ഹൗ വേർഡ്സ് ആർ യൂസ്ഡ് ആൻഡ് അറേഞ്ച്ഡ് ഇൻ എ ലാംഗ്വേജ് ടു ഫോം മീനിങ്ഫുൾ സെന്റൻസ്. വളരെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഗ്രാമർ ടെൽസ് us how to use words correctly when speaking or writing. നമ്മൾ എഴുതുമ്പോഴോ സംസാരിക്കുമ്പോഴോ എങ്ങനെയാണ് വാക്കുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടത്, നമ്മളെ ഉള്ളിലുള്ള അതേ ആശയം തന്നെയാണ് മറ്റുള്ള ആൾക്ക് കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനും കൂടിയാണ് ഗ്രാമർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഗ്രാമർ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സംസാരം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ആ ഒരു റൂൾസിന് ഒരു ചെറിയ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഷീ ഈസ് റീഡിങ് എ ബുക്ക്, ഷീ ആർ റീഡിങ് എ ബുക്ക്. ബേസ് ആയിട്ടുള്ള ഒരു സെന്റൻസിനുള്ള വളരെ സിമ്പിൾ ആയിട്ട് നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സെന്റൻസ് ആണ്. ഷീ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, ഈസ് റീഡിങ് എന്ന് പറയുന്നത് വേർബ് ആണ്, ബുക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ് ഇതിനെ മൂന്നിനെയും കണക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ട് നിൽക്കുകയാണോ, കഴിഞ്ഞതാണോ, അതോ ഇനി വരാൻ പോകുന്നതാണോ, ഇതൊക്കെ നമുക്ക് എങ്ങനെയാ മനസ്സിലാക്കുക? ഈ ഒരു റൂൾസ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. ഈ സിംഗുലറിന്റെ കൂടെ എപ്പോഴും എന്താണ്? സിംഗുലർ വേർബ് ആണ് യൂസ് ചെയ്യുക. അപ്പൊ ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. സിംഗുലറിന്റെ കൂടെ ആർ എന്താണ്? പ്ലൂരൽ ആണ് അല്ലെ? ആർ ഇവിടെ യൂസ് ചെയ്യൂല. അപ്പൊ ഇവിടെ സെറ്റ് ഓഫ് റൂൾസ് ആണ് ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ടത്. ഗ്രാമർ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റൂൾസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ആ റൂൾസ് ആണ് ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത്. സബ്ജക്റ്റ് ഐ, ഹി, ഷീ, ഇറ്റ്, യു, വി, ദേ ഇതൊക്കെ എന്താണ്? സബ്ജക്റ്റ് ആണ്. സിംഗുലർ ഐ സിംഗുലർ ആണ്, അതുകൊണ്ട് തന്നെ ആം. ഹി സിംഗുലർ ആണ്, ഈസ്. ഷീ സിംഗുലർ ആണ്, ഈസ്. ഇറ്റ് സിംഗുലർ ആണ്, ഈസ് വന്നു. യുവിനെ നമുക്ക് എന്ത് ചെയ്യാം? ഐദർ സിംഗുലർ ഓർ പ്ലൂറൽ രണ്ട് കേസിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ യു ഇവിടെ ആർ ആയിട്ടാണ് വേർബ് ഫോം വരിക. വി പ്ലൂറൽ ആണ്, ആർ ആണ്. ദേ പ്ലൂറൽ ആണ്, ആർ ആണ്. വാട്ട് ഈസ് സബ്ജക്റ്റ്? നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു സ്ലൈഡിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഷീ ഈസ് റീഡിങ് എ ബുക്ക്. അപ്പൊ അതിൽ ഷീ സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈസ് എ പേഴ്സൺ, അനിമൽ, പ്ലേസ് ഓർ തിങ് ദാറ്റ് ദ സെന്റൻസ് ടോക്സ് അബൌട്ട്. ഒരു സെന്റൻസിൽ നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട ഒന്നിനെയാണ് അല്ലെങ്കിൽ ആ ഒരു സെന്റൻസിന്റെ കോറിനെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയാം. അപ്പൊ ഐ ആം ഹാപ്പി എന്ന് പറയുമ്പോൾ ഇവിടെ ആരാണ് ഹാപ്പി? ഐ ആം അല്ലെ? ഐ. ഞാനാണ് ഇവിടെ സബ്ജക്റ്റ്. ഷീ ഈസ് ടീച്ചർ. ടീച്ചർ ആരാണ് ഇവിടെ? ഷീ. ദേ ആർ സ്റ്റുഡൻസ്. അപ്പൊ ആർക്കാണോ ആ സെന്റൻസിൽ പ്രയോറിറ്റി ഉള്ളത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഉള്ളത് അവരെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയാം. പിന്നെ ഒരു സെന്റൻസിൽ വരുന്നതാണ് വേർബ് എന്ന് പറയുന്നത്. അവർ ചെയ്യുന്ന വർക്കിനെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഡൂയിങ്ങിനെ കാണിക്കാൻ. ഈസ് എ ടീച്ചർ, എന്താണ് അവരെന്താണെന്നുള്ളത് കാണിക്കുന്നത് എന്താണ്? ഈസ് ആണ് അല്ലെ? ദേ ആർ സ്റ്റുഡൻസ്. സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എന്താണ്? അവരുടെ പൊസിഷൻ ആണ്. ടീച്ചർ എന്ന് പറയുന്നത് അവരുടെ പൊസിഷൻ. അപ്പൊ നമ്മൾ എന്താണെന്ന് കാണിക്കുന്ന ഒരു സിമ്പിൾ സെന്റൻസ് ആണ് ഷീ ഈസ് എ ടീച്ചർ എന്ന് പറയുന്നത്. പലർക്കും കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇവിടെ. ഷീ ഈസ് ആണോ, ഷീ ആർ ആണോ, ഷീ ഹാസ് ആണോ, ഷീ ഹാവ് ആണോ, ഷീ ഡു ആണോ, ഷീ ഡസ് ആണോ, ഇങ്ങനെ കൊടുക്കുക എന്നുള്ളതൊക്കെ. അപ്പൊ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺഫ്യൂഷൻ ആണ്. പക്ഷെ അതെന്ത് ചെയ്യാം? മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതുപോലുള്ള തെറ്റുകളൊക്കെ എന്ത് ചെയ്യുക? ആവർത്തിക്കാതെ നിൽക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ 3 ഇമ്പോർട്ടന്റ് വേർബ്സ് ഉണ്ട്. അപ്പൊ ഷീന്റെ കൂടെ ഏത് വേർബ് ഫോം ആണ് വരിക? ഐന്റെ കൂടെ ഏത് വേർബ് ഫോം ആണ് ആഡ് ചെയ്യുക? ദേന്റെ കൂടെ ഏത് വേർബ് ഫോം ആണ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുക. അപ്പൊ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഗ്രാമർ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റൂൾസ് ആണ്. സെറ്റ് ഓഫ് റൂൾസ് ആണ്. അപ്പൊ ഇവിടെ ഷീ ഈസ്, ഷീ ആർ, ദേ ആർ, ദേ വാസ്, ദേ വേർ. അപ്പൊ ഏത് വേർബാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ആ ഒരു റൂൾ പ്രകാരമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ വേർബ്
3 most important verbs in English. അതിലൊന്ന് be verb ആണ്, have verb ആണ്, do verb ആണ്. ഇപ്പൊ be form of verb ഉണ്ട്. be form of verb എന്ന് പറയുമ്പോൾ അതിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട്? am, is, are, was, were, been, being. ഇതൊക്കെയാണ് be form of the verb എന്ന് പറയുന്നത്. be എന്ന് പറയുന്നത് ബേസ് ഫോം ആണ്. അതിൽ വരുന്ന ടൈപ്പുകളാണ് am, is, are, was, were, been, being എന്നൊക്കെ പറഞ്ഞിട്ട്. ഈസും ആറും നമുക്കറിയാം പ്രസന്റിൽ നമ്മൾ പറയുന്നത്, വാസും വേറും പാസ്റ്റിൽ പറയുന്നതാണ്. പിന്നെ വരുന്ന ഒരു വേർബ് ഫോം ഹാവ് ആണ്. ഹാവ് അതിൻ്റെ ഒരു ബേസ് വേർബ് ആണ്. ഹാവിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് എന്ത്? ഹാവ്, ഹാസ്, ഹാഡ്, ഹാവിങ്. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യും അല്ലേ? ഷീ ഹാസ് യൂസ് ചെയ്യും, ദേ ഹാവ് യൂസ് ചെയ്യും. അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ കൂടെ ഹാസ് ആണോ ഹാവ് ആണോ വരിക എന്നുള്ളതൊക്കെയാണ് നോക്കുക. പിന്നെ ഉള്ള വേറൊരു ഫോം ഡു വേർബ് ആണ്. ഡു എന്ന് പറയുന്നത് അതിൻ്റെ ബേസ് ഫോം ആണ്. അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്ന് പറയുന്നത്, ഡു ഫോം ഏതൊക്കെ തരത്തിൽ നമുക്ക് മാറ്റാൻ പറ്റും? ഡു, ഡസ്, ഡിഡ്, ഡൺ, ഡൂയിങ്. അങ്ങനെ പല തരത്തിൽ നമുക്ക് ഡു വേർബിനെ യൂസ് ചെയ്യാൻ പറ്റും. സബ്ജക്റ്റ്, അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വേർബിൻ്റെ ഫോമുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. പൈ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ കൂടെ എപ്പോഴും, ഇപ്പോൾ റൂളാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഗ്രാമറിൻ്റെ റൂളിൽ ഹീ എന്ന് പറയുന്ന സിംഗുലറിൻ്റെ കൂടെ എപ്പോഴും ഈസ് ആയിരിക്കും. വി എന്ന് പറയുന്ന പ്ലൂരലിൻ്റെ കൂടെ എപ്പോഴും ആർ ആയിരിക്കും. കാരണം ബി ഫോമിൻ്റെ പ്ലൂരലാണ് എന്ത്? ആറും, സിംഗുലറാണ് ഈസും. ഇനി ഐ എന്ന് പറയുന്നതും യു എന്ന് പറയുന്നതും ഒരു എക്സെപ്ഷണൽ കേസാണ്. അത് നമ്മൾ ലേറ്റർ ഡിസ്കസ് ചെയ്യും. ഇവിടെ ഹി, ഷീ, ഇറ്റ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അതുകൊണ്ട് തന്നെ സിംഗുലറിൻ്റെ കൂടെ ഈസ് ആയിരിക്കും. ഇനിയിപ്പോൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വാസ് ആയിരിക്കും. പിന്നെ ഇതാ ഹാസ്, ഹാവ് ഫോമിൽ ഹാസ് ആണ് വരിക. ഇനിയിപ്പോൾ പാസ്റ്റ് ഫോം ആണെങ്കിൽ നമുക്കറിയാം ഹാഡ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഡസ് അല്ലേ? ഡു ഫോമിൽ ഡസ് ആണ് വരിക. ഇനി ഇറ്റ്, ഇറ്റ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. ഹി, ഷീ, ഇറ്റും സിംഗുലർ ആണ്. അപ്പോൾ ഈസ്, ഹാസ്, ഡസ്. ഇനി പ്ലൂറൽ ആയിട്ട് വരുന്നത് വിയും ദേയും ആണ്. വി പ്ലൂറൽ ആണ്, ദേ പ്ലൂറൽ ആണ്. അതുകൊണ്ട് തന്നെ ആറാണ്. ഇനി ഇത് പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ വേർ ആയിരിക്കും വരിക. ഹാവ്, അതേപോലെ തന്നെ ഡു. ഇനി ഐയും യുവും അല്ലെ? ഹി, ഷീ ആൻഡ് ഇറ്റ് ആർ സിംഗുലർ. വൺ പേഴ്സൺ ആണ്, വൺ തിങ് ആണ്. ഇനി യുവിന്റെ കേസും ഐന്റെ കേസും നോക്കുകയാണെങ്കിൽ ഇതൊരു സ്ട്രേഞ്ച് ആണ്. ആൻഡ് വെൻ യു മീൻ വൺ പേഴ്സൺ, അപ്പൊ യു ഒരു എക്സെപ്ഷണൽ കേസ് ആണ് പറഞ്ഞത്. യുവിനെ നമുക്ക് സിംഗുലർ ആയിട്ടും പ്ലൂറൽ ആയിട്ടും എന്ത് ചെയ്യും? കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യു ആർ മൈ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? സിംഗുലറിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്, പക്ഷെ നമ്മൾ ആറാണ് കൊണ്ടുവന്നിട്ടുള്ളത്. യു ആർ മൈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രണ്ട്സ് യൂസ് ചെയ്യുമ്പോൾ അത് പ്ലൂറൽ ആയി. അപ്പൊ അവിടെ നമ്മൾ ആറാണ് യൂസ് ചെയ്യുക. അപ്പൊ ഐന്റെ കേസും യുവിന്റെ കേസിലും എന്താണ്? നമ്മൾ പ്ലൂറൽ ആണ്. അത് റൂൾ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ആ ഒരു അതാണ് ഞാൻ പറഞ്ഞത്, ഗ്രാമർ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റൂൾസ് ആണ്. ഈ റൂള് ബേസിക് ആയിട്ടുള്ള റൂൾസ് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു സംഭവം യൂസ് ചെയ്യുമ്പോൾ എന്താണ്? ആ റൂള് ബേസ് ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി. നമ്മൾ ട്രാഫിക് സിഗ്നൽ പോലെ ട്രാഫിക്കിന് ഒരുപാട് റൂളുകൾ ഉണ്ടല്ലോ. ആ റൂള് റെഡ് ലൈറ്റ് എന്തിനാണെന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? വണ്ടി നിർത്താനുള്ളതാണെന്ന് മനസ്സിലാക്കുക. അതേപോലെയാണ് ഐ, യു എന്ന് പറയുന്നത്. ഇവിടെ ആർ പ്ലൂറൽ ആണ്. സിംഗുലർ ആൻഡ് പ്ലൂറൽ ആയിട്ട് യുവിനെ നമ്മൾ കൺസിഡർ ചെയ്യും. പക്ഷെ എന്നാലും ഇതിന് ആറും അതേപോലെ തന്നെ ഹാവും ഡു ആണ് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഐ ആം, അതിന്റെ കൂടെ എപ്പോഴും ബി ഫോം ആം വരും. ഹാവ് ഫോം ഹാവും, ഡു ഫോം ഡു ആണ് വരിക. ഓക്കെ, അപ്പൊ ഇവിടെ അതൊക്കെ കൂടെ ജോയിൻ ചെയ്തിട്ട് നമ്മളൊരു കോളം കൊടുത്തിട്ടുണ്ട്. ഐ എന്ന് പറയുമ്പോൾ എപ്പോഴും ആം ആയിരിക്കും, ഹാവ്, ഡു. പിന്നെ വരുന്ന രണ്ട് ഫോം യു, വി, ദേ ആണ്. യു ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ? യു എന്ന് പറയുന്നത്, വി എന്ന് പറയുന്നതും ദേ എന്ന് പറയുന്നതും നമ്മൾ എന്താണ് കൊടുക്കുക? ബി ഫോമിൽ ആറും, ഹാവ് ഫോമിൽ ഹാവും, ഡു ഫോമിൽ ഡു ആണ് കൊടുക്കുക. പിന്നെ വരുന്നത് ഹി, ഷീ, ഇറ്റ് ആണ്. സിംഗുലർ ആണ്. ഈസ്, ഹാസ് ആൻഡ് ഡസ് ആണ്. ഡസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡസ് എന്ന് പറയുന്നത് പ്ലൂറൽ അല്ല, സിംഗുലർ ഫോമിനെയാണ് നമ്മൾ ഡസ് എന്ന് പറയുക. ഷീ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സിംഗുലർ ആണ്. ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് തന്നെ വേർബ്. റൈറ്റ്സ് എന്ന് പറയുന്നത് സിംഗുലർ ആയിട്ടാണ് കൊടുക്കുക. ഷീ റൈറ്റ്സ്. ഷീ, ഹി ആൻഡ് ഇറ്റ് യൂസ്ഡ് ഈസ്, ഹാസ്, ഡസ് because they are singular. ഒരു എക്സെപ്ഷണൽ കേസ് ഐ ഓൾസോ സിംഗുലർ yet it uses am, have, do. ഐ സിംഗുലർ ആണ്, പക്ഷെ അതിന്റെ കൂടെ നമ്മൾ ഐ ഹാസ് ഒരിക്കലും ഐ ഹാസ് അല്ലെങ്കിൽ ഐ ഈസ് ഒരിക്കലും യൂസ് ചെയ്യില്ല. ഐ ഹാവ്, ഐ ആം, ഐ ഡു എന്നേ യൂസ് ചെയ്യുള്ളൂ. അതിന്റെ കൂടെ എപ്പോഴും എന്താണ്? ആമും ഹാവും ഡു ആണ് യൂസ് ചെയ്യുക. ഹാസും ഡസും ഈസും എന്ത് ചെയ്യില്ല? യൂസ് ചെയ്യൂല.
സോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ റൂൾസ് എന്താണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി. ഒരു എക്സാമ്പിൾ വെച്ചിട്ടല്ലേ നമ്മൾ സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ ഒരു ഗ്രാമർ റൂൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയത്. ഇനി നമുക്ക് നമ്മൾ അടുത്തൊരു ഏരിയ എന്നല്ല, ഒരു ഗ്രാമറിന്റെ ബേസിക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ബിൽഡിംഗ് ബ്ലോക്സ് അറിയണം. നമ്മളൊരു വീട് കൺസ്ട്രക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അടിത്തറ അല്ല, അതിന്റെ ബ്രിക്സ് എന്താണ്? ഇവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ സംബന്ധിച്ചിട്ട് അതിന്റെ ബ്രിക്സ് എന്ന് പറയുന്നത് ആൽഫബറ്റ് ആണ്, ലെറ്റേഴ്സ് ആണ്. 26 ലെറ്റേഴ്സ് എന്തിലുണ്ട്? ഇംഗ്ലീഷ് ആൽഫബറ്റിലുണ്ട്. ആ 26 ലെറ്റേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് വവൽസും പിന്നെ ഒന്ന് കോൺസണൻസും. വവൽസ് എന്ന് പറയുമ്പോൾ 5 ലെറ്റേഴ്സ് അല്ലെ, എ ഇ ഐ ഒ യു എന്ന് പറയുന്ന 5 ലെറ്റേഴ്സ് എന്നാണ് എന്ത് ചെയ്യുന്നത്, വവൽ സൗണ്ടുകൾ ഉണ്ടാവുന്നത്. ബാക്കി വരുന്ന 21 ലെറ്റേഴ്സ് എന്നാണ് കോൺസണന്റ് സൗണ്ടുകൾ ഉണ്ടായി വരുന്നത്. അപ്പോൾ ബിഫോർ സ്റ്റഡിങ് ഗ്രാമർ ഇൻ ഡെപ്ത് ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിന്റെ ബേസിക് ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്സ് എന്തിനുള്ളത്? 26 ആൽഫബറ്റ് ലെറ്റേഴ്സിലാണ്. 26 ആൽഫബറ്റ് ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? A to Z വരെയുള്ള ലെറ്റേഴ്സ്. ഈ ഒരു ലെറ്റേഴ്സ് എന്ന് നമുക്ക് എന്തൊക്കെയാണ്? പല ടൈപ്പ് ഓഫ് സൗണ്ടുകൾ. ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഈ ആൽഫബറ്റ് ആണ്. ഈ ആൽഫബറ്റ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടാണ് അല്ലെ, സിമ്പിൾ നമ്മൾ എഴുതാനുള്ള സിമ്പിൾ ആണ് എന്ത്? ആൽഫബറ്റ് എന്ന് പറയുന്നത്. പക്ഷെ അത് പറയുമ്പോൾ ആ ഒരു സിമ്പിൾ നമ്മൾ പറയുമ്പോൾ ഉണ്ടാവുന്നതാണ് എന്ത്? സൗണ്ട്സ്. അപ്പൊ ഈ സൗണ്ട്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന 26 ലെറ്റേഴ്സ് ഉണ്ട്. ഈ സൗണ്ട്സ് എന്ന് പറയുമ്പോൾ സൗണ്ട് വൊവലായിട്ടും കോൺസണന്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ 26 ലെറ്റേഴ്സിന് 5 വവൽ സൗണ്ടുകൾ ഉണ്ട്, എ ഇ ഐ ഒ യു. ഈ 5 വവൽ സൗണ്ട്സ് എന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഫോണറ്റിക്സിൽ മോണോതോങ്സും അതേപോലെ ഡിഫ്തോങ്സും. ഈ 5 എ ഇ ഐ ഒ യു എന്ന് പറയുന്ന സൗണ്ട് ഇ ഈ ആ ആ ഉ ഊ എന്നൊക്കെ പറയുന്ന ഡിഫറെന്റ് സൗണ്ടുകൾ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കോൺസണന്റ് സൗണ്ടുകളും അതിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ ഈ വവലിനാണ് എന്ത്? ഐ ഒയ് എന്ന് പറയുന്നത്. അതൊക്കെ എന്താണ്? വവൽ സൗണ്ടുകളാണ്. അപ്പൊ അതിൽ നിന്നാണ് അതൊക്കെ പ്രൊനൗൺസ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വരെ പറഞ്ഞു നിർത്തിയിട്ടുള്ളത് ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ബേസിക്സ് ആണ്. ഗ്രാമർ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റൂൾസ് ആണ്. അപ്പൊ റൂൾസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വേർബിന്റെ 3 ഫോംസ് വെച്ചിട്ട് നമ്മളൊന്ന് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് ആൽഫബറ്റ്സ് ആൻഡ് സൗണ്ട്സ് ആണ്. ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആൽഫബറ്റ്, വവൽസ്, കോൺസണൻസ് ആൻഡ് സിലബിൾസ്. അപ്പോൾ 5 വവൽസ് ആണ്, എ ഇ ഐ ഒ യു. അപ്പോൾ വവൽ എന്ന് പറയുന്നത് എങ്ങനെയാണ് വവൽ വരുന്നത്? വവൽ എന്ന് പറയുന്നത് സ്പീച്ച് സൗണ്ട് ആണ്, പ്രൊഡ്യൂസ്ഡ് വിത്തൗട്ട് ബ്ലോക്കിംഗ് ദ എയർ ഫ്ലോ ഫ്രം ദ മൗത്ത്. നമ്മുടെ വായിൽ നിന്ന് എന്തില്ല? എയർ ഫ്ലോന് ഒരു തടസ്സവും സൃഷ്ടിക്കാതെ പോകുന്ന ടൈപ്പ് ഓഫ് സൗണ്ടിനെയാണ് നമ്മൾ, സ്പീച്ച് സൗണ്ടുകളെയാണ് നമ്മൾ വവൽസ് എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ എന്നല്ല, ഇവിടെ എ ഇ ഐ ഒ യു ഇതെന്താണ്? ആ ഇ ഐ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ മൗത്തിലൂടെ അല്ലെങ്കിൽ എയർ ഫ്ലോ എവിടെയും ബ്ലോക്ക് ചെയ്യുന്നില്ല. അങ്ങനെ എയർ ഫ്ലോക്ക് ഒരു തടസ്സമില്ലാതെ പോകുന്ന സൗണ്ടുകളെയാണ് നമ്മൾ വവൽ സൗണ്ടുകൾ എന്ന് പറയുന്നത്. ഇനി പറയുമ്പോൾ നോക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ്. റിമൈനിങ് 21 ലെറ്റേഴ്സ് ആർ കോൺസണൻസ്. ബാക്കിയുള്ള 21 ലെറ്റേഴ്സും കോൺസണന്റ് സൗണ്ടുകളാണ്. Consonant is a speech sound produced by partially or completely blocking the airflow. ഒന്നെങ്കിൽ എയർ ഫ്ലോനെ ചെറിയ രീതിയിൽ തടസ്സം സൃഷ്ടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി എയർ ഫ്ലോ ബ്ലോക്ക് ചെയ്തുകൊണ്ടോ നമ്മൾ പുറപ്പെടുവിക്കുന്ന സൗണ്ടുകൾക്കാണ് കോൺസണന്റ് സൗണ്ടുകൾ എന്ന് പറയാം, കോൺസണന്റ് സ്പീച്ച് സൗണ്ടുകൾ എന്ന് പറയാം. ഇവിടെ ബോയ്, ബ് എന്ന് പറയുമ്പോൾ 2 ലിപ്സും ക്ലോസ് ചെയ്തിട്ടാണ് നമ്മൾ ബ് പ്രൊനൗൺസ് ചെയ്യുക. ആ ഇ എന്ന് പറയുന്നത് പോലെയല്ല. ഫിഷ് എന്ന് പറഞ്ഞ് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ലിപ്പ് കൊണ്ട് ചെറിയ രീതിയിൽ എയറിന് ബ്ലോക്കേജ് ഉണ്ടാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഫ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കോൺസണൻസ് എന്ന് പറയുന്നത് സ്പീച്ച് സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി ബ്ലോക്കിംഗ് ദ എയർ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ വവൽസ് ആൻഡ് കോൺസണൻസിന്റെ ഡിഫറൻസ്. വവൽസ് എന്ന് പറയുന്നത് 5 സൗണ്ട്സ് ആണ്. ഇപ്പോൾ ഫോണറ്റിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ വവൽസ് മെയിൻ ആയിട്ട് 5 സൗണ്ട്സ് ആണ് ഉള്ളത്. പക്ഷെ ഈ 5 സൗണ്ട്സിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഡിഫ്തോൺസും അതേപോലെ തന്നെ മോണോതോങ്സ് ഒക്കെ ആയിട്ട്. അത് വവൽസ് പഠിക്കല, ഫോണറ്റിക്സ് എടുക്കുന്ന ആ ഒരു ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ബേസിക്സ് മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് മാത്രമേ ഈ ഒരു സ്റ്റാർട്ടിങ് ബേസിക് സീരീസിന്റെ ഒരു ഉദ്ദേശം. അപ്പൊ അതുകൊണ്ട് തന്നെ വവൽസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞുതരാം.
മോണോത്തോങ്സ് എന്ന് പറയുന്നതും ഡിഫ്തോങ്സ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ വവൽസിനെ ഈ ഒരു സൗണ്ടിനെ AEIOU എന്ന് പറയുന്ന സൗണ്ടിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 26 ലെറ്റേഴ്സ് ആണ് ഉള്ളത്. 26 ലെറ്റേഴ്സ് എന്ന് 5 വവൽ സൗണ്ടുകളും 21 കോൺസ്റ്റന്റ് സൗണ്ടുകളാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ 5 വവൽ സൗണ്ട് എന്ന് നമുക്ക് എന്തൊക്കെ സൗണ്ട് ഉണ്ടാക്കാം? ഇ, ഈ, ഈ, അ, ആ, ഒ, തുടങ്ങിയിട്ടുള്ള സൗണ്ടുകളൊക്കെ എവിടുന്ന് വരുന്നുണ്ട്? ഈ AEIO എന്ന് പറയുന്ന ഈ ഒരു സൗണ്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ 21 കോൺസ്റ്റന്റ് സൗണ്ടുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബ, ഡ, ട്, ച്, ജ്, ഫ്, വ് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള സൗണ്ടുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ടാക്കുന്നുണ്ട്. അത് ഫോണറ്റിക്സ് ആണ്. അപ്പൊ അത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ബേസിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ വവൽസ് മനസ്സിലായല്ലോ. AEIOU എന്ന് പറയുന്ന വവൽ സൗണ്ട് എയർ ഫ്ലോ ഫ്രീലി ആണ്. ആൻഡ് റിമൈനിങ് 21 ലെറ്റേഴ്സ് എന്നാണ് നമ്മൾ കോൺസ്റ്റൻസ് ഉണ്ടാക്കിയിട്ടുള്ള കോൺസ്റ്റന്റ് സൗണ്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെ എയർ ഫ്ലോ ഏതെങ്കിലും ഒരു രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഇതാണ് വവൽസും കോൺസണൻസും. ഇനി നമ്മൾ പറഞ്ഞ സിലബിൾ എന്താണെന്നും കൂടെ പറഞ്ഞിട്ട് നമുക്ക് വവൽസിലേക്കും കോൺസണൻസിലേക്കും തിരിച്ചു വരേണ്ടതുണ്ട്. സോ വാട്ട് ഈസ് സിലബിൾ? Syllable is a unit of pronunciation. It is a beat or a chunk of sound in a word. നമ്മളൊരു വേർഡ് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗം അല്ലെ, ഒരു ചെറിയ ബീറ്റ് നമുക്ക് ഒരൊറ്റ ശ്വാസത്തിൽ പറയാൻ പറ്റുന്നതിനെയാണ് നമ്മൾ സിലബിൾ എന്ന് പറയാം. ഒരു സിലബിളിന് ഒരു പ്രത്യേകത ഉണ്ട്. ഒരു സിലബിളിൽ ഒരു വവല് മസ്റ്റ് ആണ്. എവരി സിലബിൾ ഹാസ് എ വവൽ സൗണ്ട്. ഒരു സിലബിളിൽ ഒരു വവൽ സൗണ്ട് മസ്റ്റ് ആണ്. ഇപ്പോൾ ഇവിടെ കാറ്റ് എന്ന് പറയുന്ന ഒരൊറ്റ സിലബിളാണ്. കാറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഒറ്റ ബീറ്റിൽ പറയാൻ പറ്റുന്നതാണ്. അല്ലാതെ എവിടെ ഒരു പോസ് ചെയ്തിട്ട് വീണ്ടും പറയേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കാറ്റ് എന്ന് പറയുന്നത് ഒറ്റ ബീറ്റ് ഓഫ് സൗണ്ടിൽ അല്ലെങ്കിൽ ഒറ്റ സങ്ക് ഓഫ് സൗണ്ടിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതിൽ ഉള്ള ഒരു സിലബിൾ ആണ് എന്ത്? വവൽ എന്ന് പറയുന്നത്. ഒരു സിലബിളിൽ ഒരു വവൽ ഉണ്ടാവും. ഈ എ എന്ന് പറയുന്നത് എന്താണ്? ഒരു വവലാണ്. കാറ്റ് എന്ന് പറയുന്ന ഒരു സിലബിളിനെ കംപ്ലീറ്റ് ആക്കുന്നത് എ എന്ന് പറയുന്ന ഒരു വവലും കൂടി അതിലുള്ളതുകൊണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒറ്റ ബീറ്റിൽ പറയാൻ പറ്റുന്ന ഒരു സിലബിൾ ആയിട്ടുള്ള വേർഡ്സിനെ നമ്മൾ വൺ സിലബിൾ മോണോസിലബിക് വേർഡ്സ് എന്ന് പറയും. ഇപ്പൊ കാറ്റ്, ഡോഗ് ഇതിലൊക്കെ എന്തുണ്ട്? ഒരു വവലുണ്ട്. ഇനി അടുത്ത 2 സിലബിൾ ആയിട്ടുള്ള വേർഡ്സ് ഉണ്ട്. ടീച്ച്, അല്ലെ. ടീച്ച് എന്ന് പറയുമ്പോൾ അതിൽ ഈച്ച് എന്ന് പറയുന്ന ഒരു വവൽ മസ്റ്റ് ആണ്. എന്ന് പറയുന്നതിൽ അടുത്ത വവൽ ഉണ്ട് അല്ലെ. സ്റ്റുഡന്റ്, അതിൽ സ്റ്റു ഊ എന്ന് പറയുന്ന ഒരു വവൽ സൗണ്ട് ഉണ്ട്. ഡെന്റ് എന്നുള്ളതിൽ എന്ന് പറയുന്ന ഒരു വവൽ സൗണ്ട് ഉണ്ട്. അപ്പൊ അത് 2 സിലബിൾ എന്ന് പറയും. ഇനി 3 സിലബിൾ ആയിട്ടുള്ള വേർഡ്സ് ഉണ്ട്. ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് ബ്യൂ, യു എന്ന് പറയുന്ന എന്ന് പറയുന്ന ഒരു വവൽ സൗണ്ട് വരുന്നുണ്ട്. ടി, ഇ എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു വവൽ സൗണ്ട് വരുന്നുണ്ട്. ഫുൾ എന്നുള്ളതിൽ ഊ അല്ലെ, ഫുൾ. അപ്പൊ ബ്യൂ, ടി, ഫുൾ. അപ്പൊ അങ്ങനെ ഒറ്റ ബീറ്റിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വവൽ അടങ്ങിയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ സിലബിൾ എന്ന് പറയാം. അപ്പൊ ബ്യൂ, ടി, ഫുൾ. ഇത് നമുക്ക് 3 സിലബിൾ ആയിട്ടാണ് പറയാം അല്ലെ. 3 സിലബിൾ ആയിട്ട് 3 ബീറ്റ് ആയിട്ടാണ് ഈ ഒരു വേർഡ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുക. കാറ്റ് എന്ന് പറയുന്ന വേർഡ് നമുക്ക് ഒരൊറ്റ സിലബിളിൽ അല്ലെങ്കിൽ ഒരൊറ്റ ബീറ്റിൽ പറയാൻ പറ്റും. കാറ്റ്, ഡോഗ്, ബുക്ക്, പെൻ, സ്കൂൾ എന്നൊക്കെ ഒറ്റ ബീറ്റിൽ പറയാൻ പറ്റും. അപ്പൊ അതിനെയാണ് നമ്മൾ സിലബിൾ എന്ന് പറയുക. അപ്പൊ ഒരു വേർഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ വവൽ, ഒരു വവൽ എന്തായാലും ഒരു സിലബിളിൽ മസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ ബീറ്റ് ഓഫ് പ്രൊനൗൺസിയേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സിലബിൾ തിരിക്കുക. അപ്പൊ സിലബിള് ഒരു ഐഡിയ കിട്ടിയല്ലോ അല്ലെ. ഇനി ബാക്ക് ടു അവർ വവൽസ് ആൻഡ് കോൺസ്റ്റൻസ്. ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് തന്നെ വവൽസ് ആൻഡ് കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് വവൽസ് ആൻഡ് കോൺസ്റ്റൻസ് അല്ലെ, ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പൊ ഇംഗ്ലീഷിൽ 26 ലെറ്റേഴ്സ് ഉണ്ട്. ആ ലെറ്റേഴ്സ് നമ്മൾ വവലായിട്ടും കോൺസ്റ്റന്റ് ആയിട്ടും ഡിവൈഡ് ചെയ്യുന്നത് എന്തിനാണ്? ഇതൊക്കെ എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്? അപ്പോൾ ഫസ്റ്റ് അതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ഫോമിങ് വേർഡ്സ് ആണ്. ഏതൊരു വാക്കും നമുക്ക് എന്തിന്റെ കോമ്പിനേഷനിലൂടെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ? വവൽസിന്റെയും കോൺസണൻസിന്റെയും കോമ്പിനേഷനിലൂടെയാണ് നമുക്ക് മെജോറിറ്റി ഓഫ് ഇംഗ്ലീഷ് വാക്കുകളും ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ കാറ്റ്, അതിൽ ഒന്നെങ്കിൽ കോൺസണന്റ് ഉണ്ടാവും അല്ലെങ്കിൽ വവൽ ഉണ്ടാവും. ബുക്ക്, കോൺസ്റ്റന്റ് ആയിട്ടുള്ള ബി ഉണ്ട്, ഓ ആയിട്ടുള്ള വവൽ ഉണ്ട്, ക ആയിട്ടുള്ള കോൺസ്റ്റന്റ് സൗണ്ട് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഫോമിങ് വേർഡ്സ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സ്പീച്ച് സൗണ്ടുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കോൺസണൻസും വവൽസും യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് യൂസ്. ഇനി രണ്ടാമത്തെ യൂസ് എന്ന് പറയുന്നത് പ്രൊനൗൺസിയേഷൻ ആണ്. ഈ പ്രൊനൗൺസിയേഷൻ ഈസ് മോർ കണക്റ്റഡ് ടു ഫോണറ്റിക്സ്. ഫോണറ്റിക്സുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ ഞാൻ 5 വവൽസ് കൊണ്ട് തന്നെ നമ്മൾ ഡിഫ്തോങ്സും മോണോത്തോങ്സും അങ്ങനെ പല സൗണ്ട് വേർഷൻസ് ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞല്ലോ. അപ്പൊ ഈ
ഐ എന്ന് പറയുന്ന ഒരൊറ്റ വവൽ കൊണ്ട് നമ്മൾ ഇ ഇ എന്ന് പറഞ്ഞ രണ്ട് സൗണ്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വവൽസ് ആൻഡ് കോൺസ്റ്റൻസ് ഹെൽപ്സ് അസ് ടു പ്രൊനൗൺസ് വേർഡ് കറക്റ്റ്ലി പ്രൊനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുക. അപ്പൊ അതിലൊന്ന് ഷിപ്പ്, ഷീപ്പ് അല്ലെ. The consonants are almost the same but vowel sounds are different. vowel sound ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. അപ്പൊ അതാണ് അതിന്റെ രണ്ടാമത്തെ യൂസ്. ഇനി തേർഡ് യൂസ് എന്ന് പറയുന്നത് യൂസിങ് ആർട്ടിക്കിൾസ് a and an. Articles are small words placed before a noun. There are 3 articles a, an, the. നമുക്ക് 3 ആർട്ടിക്കിൾസ് ഉണ്ട്, നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ, എയും ആനും ദായുമാണ്. ഇവിടെ നമ്മൾ only focused on a and an. ആർട്ടിക്കിൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആർട്ടിക്കിൾ എന്ന് പറയുന്ന സെക്ഷൻ എടുക്കുന്ന സമയത്ത് അത് പറയും. പക്ഷെ ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. ആർട്ടിക്കിൾസ് ആർ സ്മോൾ വേർഡ്സ് അല്ലെ. നമ്മൾ നൗണിന്റെ മുന്നിൽ, നൗൺ എന്ന് പറയുമ്പോൾ പ്ലേസ്, തിങ്സ് അങ്ങനെയുള്ള നൗൺസിന്റെ മുന്നിൽ നമ്മൾ അതിന്റെ ഒരു സ്പെസിഫിക് ആണോ ജനറൽ ആയിട്ടാണോ പറയുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്നതിനെയാണ് നമ്മൾ ആർട്ടിക്കിൾ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ എ ബോയ് എന്ന് പറയുന്ന സമയത്ത് അല്ലെ, എ ബോയ് എന്ന് പറയുന്ന സമയത്ത് അതേപോലെ തന്നെ ദ ബോയ് എന്നും പറയും. ആർട്ടിക്കിൾ എ ആൻഡ് ദ ആണ്. അപ്പൊ എ ബോയ് അല്ലെങ്കിൽ ദ ബോയ് നമ്മൾ പറയും. എ ബോയ് എന്ന് പറയുമ്പോൾ അത് ജനറൽ ആണ്, ഏതെങ്കിലും ഒരു ബോയ് എന്നുള്ള രീതിയിലും. ദ ബോയ് എന്ന് പറയുന്ന സമയത്ത് സ്പെസിഫിക് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ബോയ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് വരുന്നത് എയും ആൻഡിന്റെയും കേസിലാണ്. അപ്പൊ എ ബോയ് ആണോ, ആൻ ബോയ് ആണോ, ആൻ ആപ്പിൾ ആണോ, എ ആപ്പിൾ ആണോ, ഇത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ചില ആളുകൾക്ക്. അപ്പൊ ഒന്നിന്റെ മുന്നില് അപ്പൊ ദാ എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കേസാണ്. ദാ എന്ന് പറയുമ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഇന്നതിനെയാണ് നമ്മൾ പറയുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ദാ യൂസ് ചെയ്യുക. അല്ലാതെ ജനറൽ ആയിട്ട് ഏതെങ്കിലും ഒരു ബോയ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീച്ചർ എന്ന് പറയുന്നതിന് നമ്മൾ എ ഓർ ആൻ ആണ് യൂസ് ചെയ്യുക. അപ്പോൾ അതിൽ എ ആണോ യൂസ് ചെയ്യേണ്ടത്, ആൻ ആണോ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? അത് ഫോക്കസ്ഡ് ഓൺ വവൽസ് ആണ്, വവൽസ് ആൻഡ് കോൺസ്റ്റൻസ് ആണ്. ഇവിടെ യൂസ് എ ബിഫോർ എ കോൺസണന്റ് സൗണ്ട്. ഒരു കോൺസണന്റ് സൗണ്ടിന്റെ മുന്നിലാണ് നമ്മൾ എന്ത് കൊടുക്കുക, എ കൊടുക്കുക. അതേപോലെ ആൻ യൂസ് ചെയ്യപ്പോഴാണ് ബിഫോർ എ വവൽ സൗണ്ട്. ഒരു വവൽ സൗണ്ടിന്റെ മുന്നിലാണ് നമ്മൾ ആൻ യൂസ് ചെയ്യുക. പിന്നെ അത് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. കോൺസണന്റ് ആണെന്നെങ്കിൽ, കോൺസണന്റ് സൗണ്ടിലാണ് ആ നൗൺ തുടങ്ങുന്നത് എങ്കിൽ നമുക്ക് അതിന്റെ മുന്നേ എ കൊടുക്കാം. വവൽ സൗണ്ടിലാണ് ആ ഒരു നൗൺ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് അതിന് ആൻ കൊടുക്കാം. ദാ എന്നുള്ളത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കേസാണ്. നമ്മൾ ആർട്ടിക്കിൾ എടുക്കുന്ന സമയത്ത് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയും. ആ സമയത്ത് എന്ത് ചെയ്യണ്ട, എ ആണോ ആൻ ആണോ എന്നുള്ള കൺഫ്യൂഷൻ ആവാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞു പോകുന്നത്, ആ റൂൾസും കാര്യങ്ങളൊക്കെ. സോ ഇവിടെ എ ബോയ് അല്ലെ, ബ എന്ത് സൗണ്ട് ആണ്, കോൺസണന്റ് സൗണ്ട് ആണ്. ഇവിടെ ആപ്പിൾ ആ സൗണ്ട് ആണ് അല്ലെ, അപ്പൊ വവൽ, വവലിന്റെ കൂടെ വരുന്നത് ആൻ ആണ്. സോ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് 2 റൂൾ കൊടുത്തിട്ടുണ്ട്. റൂൾ 1 എ ബിഫോർ എ കോൺസണന്റ് സൗണ്ട്. ഇപ്പൊ കോൺസണന്റ് സൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ എ ഇ ഒ യു അല്ലാത്ത ബാക്കിയുള്ള എല്ലാ സൗണ്ടുകൾക്കും നമ്മൾ കോൺസണന്റ് സ്പീച്ച് സൗണ്ടുകൾക്ക് നമ്മൾ എന്ത് പറയും, കോൺസണന്റ് സൗണ്ട്സ് എന്ന് പറയും. എ ബോയ്, എ ഗേൾ, എ ടീച്ചർ, എ ബുക്ക്, എ കാറ്റ്. ഐ സോ എ ബോയ്, ഐ സോ ആൻ ബോയ് എന്ന് പറയില്ല, ഐ സോ എ ബോയ്. ബ സൗണ്ട് ആണ്. ഇൻ ദ പ്ലേ ഗ്രൗണ്ട്, ഷീ ഈസ് എ ടീച്ചർ, ഹി ബോട്ട് എ ബുക്ക്. ഇപ്പൊ റൂൾ 1 ക്ലിയർ ആണ്. ഇനി അടുത്ത റൂൾ വരുന്നത് ആൻ ബിഫോർ എ വോവൽ സൗണ്ട്. ഇപ്പൊ വോവൽ സൗണ്ട് ആയിട്ടുള്ള എ ഇ ഐ ഒ യു, ആൻ ആപ്പിൾ, ആൻ എഗ്, ആൻ ഓറഞ്ച്, ആൻ അംബ്രല്ല. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് വരുന്ന സെന്റൻസുകൾ നോക്കുക. ഐ ഏറ്റ് ആൻ ആപ്പിൾ, ഷി ബോട്ട് ആൻ ഓറഞ്ച്, ഹി ക്യാരീഡ് ആൻ അംബ്രല്ല. ക്ലിയർ ആണല്ലോ. ഇനി ഇതിൽ ചെറിയൊരു സീക്രട്ട് വരുന്നുണ്ട്, അതെന്താന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. അപ്പൊ ഇങ്ങനെയാണ് ഈ റൂള്. ക്ലിയർ ആണല്ലോ. കോൺസണന്റ് സൗണ്ടിന്റെ മുന്നിൽ എയും വവൽ സൗണ്ടിന്റെ മുന്നിൽ ആനുമാണ് യൂസ് ചെയ്യാന്നുള്ളത്. അത്രയും ക്ലിയർ അല്ലേ? ഇനി ചെറിയൊരു സീക്രറ്റ് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനിയുള്ള ആ ഒരു ചെറിയ സീക്രറ്റ് ഇതാണ്. കുറെ ആളുകൾ വിചാരിച്ചിട്ടുള്ളത് ഇഫ് ദ വേർഡ് സ്റ്റാർട്ട്സ് വിത്ത് എ ഇ ഐ ഒ യു അല്ലെ, എ ഇ ഐ ഒ യു എന്നുള്ള വേർഡ് വെച്ചിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിൽ അതിനൊക്കെ നമുക്ക് ആൻ കൊടുക്കാന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ പറഞ്ഞല്ലോ ഇംഗ്ലീഷ് ഫോളോസ് സൗണ്ട്സ് നോട്ട് ജസ്റ്റ് ലെറ്റേഴ്സ്. ഇത് നമ്മൾ പറഞ്ഞതാണ്. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് മലയാളത്തിനെ പോലെയല്ല. മലയാളത്തിൽ നമുക്ക് ഓരോ അക്ഷരങ്ങളും നമ്മൾ എഴുതുന്ന ഓരോ ലെറ്റേഴ്സും നമ്മൾ വായിക്കും. പക്ഷെ ഇംഗ്ലീഷിൽ കുറെ ലെറ്റേഴ്സ് സൈലന്റ് ആണ്, നമുക്കറിയാം. സോ ഇംഗ്ലീഷ് ഫോളോഡ് സൗണ്ട് പാറ്റേൺ ആണ്, സൗണ്ട് ആണ് ഇംഗ്ലീഷ് ഫോളോ ചെയ്യുന്നത്.
അതുകൊണ്ട് തന്നെ ഇവിടെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു noun ഉണ്ട്. ഈ nounന്റെ മുന്നിൽ നമ്മൾ a ആണോ an ആണോ യൂസ് ചെയ്യുക? നമ്മളെ വവൽസ് പ്രകാരം നോക്കുകയാണെങ്കിൽ a e i o u ലെറ്റേഴ്സ് ആണ്. ആ ലെറ്റേഴ്സ് പ്രകാരം നോക്കുകയാണെങ്കിൽ u എന്ന് പറയുന്നത് എന്താണ്? വവൽ വേർഡ് ആണ് അല്ലേ? വവൽ ലെറ്റർ ആണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക an ആയിരിക്കും. പക്ഷെ അങ്ങനെയല്ല. യൂണിവേഴ്സിറ്റി ഇറ്റ് സ്റ്റാർട്ട് വിത്ത് ലെറ്റർ യു. പക്ഷെ അതെന്താണ്? അത് പ്രൊനൗൺസ് ചെയ്യൽ എങ്ങനെയാണ്? നമ്മൾ സൗണ്ട് ആണ് നോക്കുക. യൂണിവേഴ്സിറ്റി എന്നാണല്ലേ പറയുക. യാ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യു എന്നുള്ള സൗണ്ട് ആണ്. അപ്പോൾ അത് ഓൾറെഡി സൗണ്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് യു എന്ന് നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ വരിക. യാ സൗണ്ട് ആണ്, വൈ സൗണ്ട് ആണ് അവിടെ വരിക. സോ യൂണിവേഴ്സിറ്റി എന്താണ്? എ യൂണിവേഴ്സിറ്റി ആണ്. നമ്മൾ പ്രൊനൗൺസിയേഷൻ ബേസ് ചെയ്തിട്ടാണ് എയും ആനും ആണോ എന്നുള്ളത് നോക്കുക. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കൂ. യൂറോപ്യൻ. യൂറോപ്യൻ എന്നുള്ളതിന്റെ പ്രൊനൗൺസിയേഷൻ യാ വെച്ചിട്ട് തന്നെയാണ്. സ്റ്റാർട്ട് വിത്ത് യു. സോ യൂറോപ്യൻ എന്ന് പറയുന്നത് ആൻ യൂറോപ്യൻ എന്ന് പറയില്ല, എ യൂറോപ്യൻ എന്നാണ്. യാ ഓൾറെഡി സൗണ്ട് യാ എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്? എയർ ഫ്ലോ ബ്രേക്ക് ചെയ്തിട്ടാണ് യു എന്നുള്ള സൗണ്ട് നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുക. ആ ആപ്പിൾ എന്ന് പറയുന്ന പോലെ ഓപ്പൺ മൗത്തിലല്ല നമ്മൾ പ്രൊനൗൺസ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതാണ് ചെറിയൊരു സീക്രട്ട്, അല്ലെങ്കിൽ അതിൽ നമ്മൾ ആ ഒരു പ്രൊനൗൺസിയേഷൻ ബേസ് ചെയ്തിട്ടാണ് വരുന്നത് എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ വൺ ഓ ആണല്ലേ. ഓ എന്ന് പറയുമ്പോൾ വോവൽ സൗണ്ട്, വോവൽ ലെറ്റർ ആണ്. പക്ഷെ സൗണ്ട് എന്താണ്? വാ സൗണ്ട് ആണ് അല്ലേ? വ് സൗണ്ട് ആണ്. ഇപ്പൊ വ് എന്ന് പറയുന്ന സൗണ്ട് ഒരിക്കലും ഒരു വോവൽ സൗണ്ട് അല്ല, കോൺസണന്റ് സൗണ്ട് ആണ്. അപ്പോൾ എ 1 rupee കോയിൻ എന്ന് പറയും. അവർ എന്ന് പറയുമ്പോൾ എച്ച് ആണ്. എച്ച് വവൽ ആണോ? അല്ല, എച്ച് കോൺസണന്റ് ലെറ്റർ ആണ്. പക്ഷെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊനൗൺസിയേഷൻ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? എയും ആനും വെക്കുക, അല്ലാതെ ലെറ്റർ നോക്കിയിട്ടല്ല. നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അവർ എന്നാണ്. അപ്പൊ ആൻ അവർ. നമ്മൾ ച് എച്ച് വെച്ചിട്ടല്ല നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. നമ്മളെ പ്രൊനൗൺസിയേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? എയും ആനും ഫിക്സ് ചെയ്യുക. വവൽ സൗണ്ട് ആണോ കോൺസണന്റ് സൗണ്ട് ആണോ എന്നുള്ളത്. നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ 1 എന്ന് വരുമ്പോൾ വ് സൗണ്ട് ആണ്. അപ്പോൾ എ 1 rupee കോയിൻ. ഇനി നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അവർ ആണ് വരുന്നത്. ആ സൗണ്ട് ആണ്. അപ്പൊ ആൻ അവർ. അതേപോലെ ഓണസ്റ്റ് അല്ലെ? ഓണസ്റ്റ് എച്ച് സൈലന്റ് ആണ്. എച്ച് സൈലന്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ലെറ്റർ എച്ച് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് എ ഓണസ്റ്റ് എന്ന് കൊടുക്കൂല. നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ വരുന്നത് ഓണസ്റ്റ് എന്നാണ്. ആ സൗണ്ട് ആണ്. അപ്പൊ ആൻ ഓണസ്റ്റ് മാൻ. അപ്പൊ അതേപോലെ തന്നെയാണ് എയറും പ്രൊനൗൺസ് ചെയ്ത് വരുന്നത്. ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു വൈൻഡ് അപ്പ് സെഷൻ ഇതാണ്. നമ്മൾ ചെറിയൊരു ഏരിയ ആണ് ഇന്ന് കവർ ചെയ്തിട്ടുള്ളത്. ഇന്ന് കവർ ചെയ്തിട്ടുള്ള ചെറിയൊരു ഏരിയ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, റൂൾസ്, ഗ്രാമർ റൂൾസ് എങ്ങനെയാണ് പറഞ്ഞു തരിക, അതേപോലെ തന്നെ ഇംഗ്ലീഷിന്റെ ഒരു സ്റ്റാർട്ടിങ്, നമ്മൾ എ ആൻ വവൽസ്, ആൽഫബറ്റ്സ്, സൗണ്ട് പാറ്റേൺ ആണ്. ഇപ്പൊ സൗണ്ട് നോക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് 26 ആൽഫബറ്റ് ലെറ്റേഴ്സ് ഉണ്ട്. പക്ഷെ ആൽഫബറ്റ് ലെറ്റേഴ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 5 വവൽ സൗണ്ടും അതേപോലെ തന്നെ 21 കോൺസ്റ്റന്റ് ലെറ്റേഴ്സും 5 വവൽ ലെറ്റേഴ്സും ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആ 5 വവൽ ലെറ്റേഴ്സിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫോണറ്റിക്സ് നോക്കുന്ന സമയത്ത് ആ 5നെ നമ്മൾ ഒരുപാട് സൗണ്ട് പാറ്റേൺ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. കോൺസണൻസിനെ അതേപോലെ തന്നെ സൗണ്ട് പാറ്റേൺ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളത് അതിന്റെ യൂസേജ് ആണ് അല്ലെ? വവൽസിന്റെയും കോൺസണൻസിന്റെയും ഉപയോഗം ഇംഗ്ലീഷിൽ എവിടെയാണ് എന്നുള്ളതാണ്. അപ്പൊ അത് എയും ആനും നമുക്ക് കൺഫ്യൂഷൻ ആയിട്ട് വരുന്ന ഒരു കേസാണ്. എല്ലാ നൗണിന്റെയും മുന്നിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എയും ആനും യൂസ് ചെയ്യുന്നുണ്ട്. ആർട്ടിക്കിൾസ് എടുക്കുന്ന സമയത്ത് അതൊന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇവിടെ അതിന്റെ യൂസേജ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. എ ആൻ. എ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? കോൺസണന്റ് സൗണ്ടുകളാണ്, കോൺസണന്റ് ലെറ്റേഴ്സ് അല്ല. ഒരിക്കലും തെറ്റിപ്പോകരുത്. കോൺസണന്റ് ലെറ്റേഴ്സ് അല്ല, കോൺസണന്റ് സൗണ്ട്സിന്റെ മുന്നിലാണ് നമ്മൾ എ യൂസ് ചെയ്യുക. വവൽസ് സൗണ്ട്സിന്റെ മുന്നിലാണ് ആൻ യൂസ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ചെറിയൊരു വർക്ക് ആണ്, ഒന്ന് ചെയ്ത് നോക്കുക. ഇതിന്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കുക. MLA എം എന്താണ്? കോൺസണന്റ് ലെറ്റർ ആണ്. പക്ഷെ സൗണ്ട് ഇവിടെ എന്താ വന്നത്? എം ആണ്. എ സൗണ്ട് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എന്തായി? ആൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. എ ലയൺ, ഔൾ, ഔ സൗണ്ട് ആണ് അല്ലേ? അതുകൊണ്ട് ആൻ വന്നു. എ ഹോഴ്സ്, എയർ ബ്ലോക്കേജ് ഉണ്ട്. ഇങ്ക് പോട്ട്, ഇ ആണ് അല്ലെ? ആൻ. അതുകൊണ്ട് ആൻ വന്നു. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് വീഡിയോ. ഇനി അടുത്ത ഒരു പാർട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു സീരീസിൽ കാണാം. താങ്ക് യു.